ദൈവത്തിന് സ്തോത്രം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 60-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ്റെ ശിഷ്യന്മാരിൽ പലരും അത് കേട്ടിട്ട്, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധ കാലത്ത് ജനത്തോട് പല രീതിയിൽ ഉപദേശിക്കുകയും അവർക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ കാര്യങ്ങളെ കുറച്ച് വേല മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാരെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. യേശുവിൻ്റെ വചനം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർക്കത് കഠിന വാക്കായിട്ട് തോന്നി. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ഒരു കാലം ഉണ്ടായിരുന്നു, യേശുവിൻ്റെ വചനം ലാവണ്യമായിട്ട് അവർക്ക് തോന്നി, അത്ഭുതഗുണമായിട്ട് തോന്നി. അവരുടെ റബിമാർ പഠിപ്പിക്കുന്ന പോലെ അല്ല, ഇവൻ്റെ വാക്കിനകത്ത് എന്തോ ഒരു മാധുര്യം, ദൈവവചനത്തിൻ്റെ മാധുര്യം അവർ ആസ്വദിച്ചു. അവർക്ക് മനസ്സിലായി ഇവൻ സാധാരണ തച്ചൻ്റെ മകനല്ല. അത്രമാത്രം അവർ യേശുവിനോടങ്ങ് അടുത്തു, ഹൃദയം കൊണ്ടങ്ങ് അടുത്തു. വചനം കേൾക്കാൻ ജനങ്ങൾ ഓടിക്കൂടി വന്നു. കൂടാതെ അത്ഭുതങ്ങളും അടയാളങ്ങളും. അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമുണ്ടെന്ന് യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അപ്പം എല്ലാം കൊണ്ടും അവർക്കൊരു ആദ്യ നല്ല കാലം ഉണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ഒരു ലക്ഷ്യമായിരുന്നു, എന്നെ പിതാവാണ് അയച്ചതെന്നുള്ള ബോധ്യം ജനത്തിന് കൊടുക്കണം. ദൈവം ഇവരെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. കാണാതെ പോയ ഇസ്രയേലിലെ ആടുകളെ തേടിയാണ് ഞാൻ വന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ അനുഗ്രഹിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആലോചനകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു. ജനത്തിന് വലിയ സന്തോഷം. കാരണം ഇത്രയും നാൾ വരണ്ട് കിടന്ന ജനം, വചനം ലഭിക്കാതിരുന്ന ജനത്തിന് ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനം, പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള വചനം, സ്വർഗരാജ്യത്തേക്കുള്ള വചനം, നിത്യതയിലേക്കുറിച്ചുള്ള വചനം, ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടുന്ന വചനം അവരാദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവരുടെ ഹൃദയം കുളിർത്തു. അവരുടെ ഹൃദയം സമാധാനവും സന്തോഷം കൊണ്ട് നിറഞ്ഞു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, അവൻ കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് വന്നു. അവൻ ഗൗരവമായി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ള ജനത്തിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. ദൈവം അനുഗ്രഹിച്ച ജനം നിങ്ങളായിരിക്കണം. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് വേണം. നിങ്ങൾ സാധാരണക്കാരെ പോലെ ജീവിക്കാനുള്ളവരല്ല. ദൈവത്തിൻ്റെ അതേ സ്വഭാവം നിങ്ങൾക്കും പ്രാപിക്കണം. നിങ്ങൾക്ക് പിതാവ് വെച്ചിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ വളരെ ഗൗരവമാണ് ഈ ഭൂമിയിലെ ജീവിതം. ഇത് പറഞ്ഞപ്പോൾ അവരൊക്കെ പ്രയാസമായി. സാധാ ജനമല്ല, ശിഷ്യന്മാരെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. കൂടെ നടക്കുന്നവരെ, ചേർന്ന് നടക്കുന്നവർ, എപ്പോഴും കൂടെയുള്ളവർ, യേശുവിൻ്റെ പിന്നാലെ പോകുന്ന നല്ലതാണെന്ന് തീരുമാനിച്ചവർ. നമുക്കെന്നെ അറിയാം, പത്രോസ് പടകും വലയും വിട്ടു. അവൻ്റെ ലാവണ്യ വാക്ക് കേട്ടപ്പോൾ പത്രോസ് പടകും വലയും വിട്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. മനസ്സിലാക്കണം, അവർക്കപ്പോൾ ലോകം ഒരു വിഷയമേ അല്ല, കുടുംബം ഒരു വിഷയമേ അല്ല. ഇവൻ്റെ പിന്നാലെ പോയാൽ സ്വർഗരാജ്യത്തിലെത്താം. 1. 2, ഈ ഭൂമിയിൽ വെച്ച് തന്നെ സമാധാനം കിട്ടും എന്ന് പത്രോസ് ചിന്തിച്ചുകൊണ്ട് എല്ലാം വിട്ട് ഇറങ്ങി തിരിച്ചതാണ്. ആ ശിഷ്യന്മാരുടെ പക്ഷത്തെ ഈ പത്രോസും ഉണ്ട്. പക്ഷെ കാര്യത്തിൻ്റെ ഗൗരവം വന്നപ്പോഴത്തേക്ക് അവർക്ക് പ്രയാസമായി. നമുക്കറിയാം, അന്നത്തെ ജനം യേശുവെങ്കിൽ ഇടറിപ്പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ വചനം ഇനി ഞങ്ങൾക്ക് വേണ്ട, ഇത് കഠിന വാക്കാണ്, ആരെ കൊണ്ടിത് അനുവർത്തിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ജനം പിന്മാറി. കാരണം എന്താണ്? അവരുടെ പ്രതീക്ഷ യേശുവിനെക്കുറിച്ച് അങ്ങനെ ആയിരുന്നില്ല. യേശുവിനെക്കുറിച്ച് അവർക്ക് ഉണ്ടായിരുന്ന പ്രതീക്ഷ അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ എന്ത് പറഞ്ഞാലും സാധിപ്പിച്ചിരുന്ന ഒരു ദൈവം. യേശുവിനെ കണ്ടതും അങ്ങനെയാണ്. അവരുടെ ഭൗതികമായ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കണം. 2, ഈ രാഷ്ട്രീയമായിട്ട് റോമൻ കൈസറുടെ ഭരണത്തിൻ്റെ കീഴിൽ അമർന്നു കിടക്കുന്ന ജനം, ടാക്സ് കൊടുത്ത് വിഷമിച്ച ജനത്തിന് ആ റോമൻ കൈസറുടെ കയ്യിൽ നിന്നും അവർക്കൊരു മോചനം വേണം. അതിനൊരു നേതാവ് അവർക്ക് വേണം. അവരതിനു വേണ്ടി കാത്തിരുന്നു. ആ നേതാവ് ഈ യേശു ആയിരിക്കും എന്ന് അവർക്ക് ചിന്തിച്ചു. കാരണം അവന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്.
ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയായത് മെനയാൻ അവന് കഴിയുന്നുണ്ട്. അവൻ്റെ മുമ്പിൽ രോഗങ്ങൾ ഒരു പ്രശ്നമേ അല്ല. മരണം അവൻ്റെ മുമ്പിൽ നിന്ന് വഴിമാറിപ്പോകുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ലാവണ്യ വാക്കുകൾ ഇതെല്ലാം കൊണ്ട് ജനം കോരിത്തെരിച്ചൊരു സമയമാണ്. എന്നാൽ ജനത്തോട് വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ശരിയാക്കി തരാനല്ല, നിങ്ങൾക്കൊരാത്മാവുണ്ട്, നിങ്ങളുടെ പിതാവ് വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധിയോടെ ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഗൗരവമായിട്ട് പറഞ്ഞു. രോഗസൗഖ്യം തരുന്ന, അവരുടെ ആത്മീയ കാര്യങ്ങൾ, അവരുടെ ഭൗതികമായ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരുന്ന യേശുവിനെ അവർക്ക് ഇഷ്ടമാണ്. എന്നാൽ അവരുടെ സ്വഭാവം മാറ്റുന്ന, അവരുടെ പ്രകൃതം മാറ്റുന്ന, നിങ്ങളുടെ പോക്ക് ശരിയല്ലെന്ന് പറയുന്ന യേശുവിനെ അവർക്ക് ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമല്ലേ? ഇന്നും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ആളത്വത്തിനകത്തുള്ള കുറവുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ നമുക്കിഷ്ടമാണോ? നമ്മൾ ഇടറും ഉടനെ. നമ്മുടെ തെറ്റ് ആരും നമ്മളോട് ചൂണ്ടിക്കാണിക്കരുത്. നമ്മുടെ തെറ്റിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടരുത്. എന്നെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, എൻ്റെ പോക്ക് ശരിയാണെന്ന് പറയണം, എന്നെ അഭിനന്ദിക്കണം, എനിക്ക് സ്ഥാനവും മാനവും തരണം. ഇതാണ് സകല മനുഷ്യരുടെയും ചിന്താഗതി. അത് ആത്മീയത്തിൽ വന്നാൽ അതവിടെ കാണും, അത് സംശയമില്ല. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഇതിനോട് കഠിനമായി യുദ്ധം ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർ വളരെ തുച്ഛമാണ്. അപ്പോൾ അവർ ഇടറിപ്പോകാനുള്ള കാര്യം, അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണമുള്ള ഒരു യേശു അല്ല വന്നിരിക്കുന്നത്. അവരുടെ ഹൃദയത്തിലുള്ള കാഴ്ചപ്പാടും പ്രകാരമുള്ള യേശു അല്ല അവിടെ വന്നിരിക്കുന്നത്. യേശു എന്താ വന്നിട്ട് പറഞ്ഞത്? നമുക്ക് അല്പനേരവും ചിന്തിക്കാം. യേശു താൻ ആരാണെന്നാണ് പറഞ്ഞ് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. ഇത്ര വൈരാഗ്യം ഇത്ര വരാൻ കാര്യം എന്നാ? യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ യേശു വന്ന ദൗത്യം എന്താണ് കൃത്യമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി തരും. അവൻ ശബത്തിനെ ലംഘിച്ച്, അവർ നോക്കിയപ്പോൾ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണ്? ശബത്തിന് രോഗികളെ സൗഖ്യമാക്കുന്നു. ശബത്ത് അവൻ ലംഘിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ ദൈവത്തിൽ നിന്ന് വന്നവനല്ല. ഈ ശബത്ത് എന്തിനാണ്? അത് അവർക്ക് മനസ്സിലായില്ല. എബ്രായലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശബത്ത് അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വസ്ഥതയെന്ന് പറഞ്ഞാൽ എന്താണ്. അത് ദൈവത്തോടു കൂടി സമയം ചെലവഴിക്കുന്നതാണ് ശബത്ത്. 6 ദിവസം വേല ചെയ്തിട്ട് 7-ാം ദിവസം സ്വസ്ഥമായി ഇരിക്കാൻ പറയുന്നത് ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാനാണ്. തന്നെത്താൻ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവം ദുഃഖിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തി ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കാനാണ്. എനിക്ക് തിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവേ, എനിക്ക് സാധിക്കുന്നില്ലല്ലോ, എനിക്കിതിനുള്ള കൃപ തരണമേ എന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദിച്ചു വാങ്ങിച്ച് അത് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്. സ്വസ്ഥത അനുഭവിക്കാൻ തന്നെയാണ്. അതാണ് ശബത്ത്. അവരെന്ത് ചെയ്തു? ശബത്തിൽ വേല ചെയ്യാൻ പാടില്ല, ശബത്തിൽ യാതൊരു കാര്യവും ചെയ്യാൻ പാടില്ല, നന്മയും ചെയ്യാൻ പാടില്ല, തിന്മയും ചെയ്യാൻ പാടില്ല, അടങ്ങിയിരിക്കണം. കർത്താവ് എന്താ ശബത്തിൽ രോഗസൗഖ്യം കൊടുത്തതേ ഉള്ളൂ. അതവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവർ, ഈ പ്രമാണങ്ങൾ മനുഷ്യനെ ചുറ്റി വരികയാണ്. നിയമങ്ങൾ മനുഷ്യനെ നന്മ ചെയ്യാതിരിക്കാൻ വേണ്ടി ചുറ്റി വരികയാണ്. അതാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ ഒരു ആട് ശബത്തിൽ കുഴിയിൽ വീണാൽ നിങ്ങൾ എടുക്കില്ലേ? ശബത്ത് കഴിയുന്നവരെ അവിടെ കിടക്കുമോ? കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ശബത്ത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ കഴിയാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് സ്വസ്ഥത അനുഭവിക്കാൻ വേണ്ടിയാണ്. അത് അവർക്ക് മനസ്സിലാകുന്നില്ല. 2, അവൻ തന്നെത്താൻ ദൈവം സ്വന്തം പിതാവെന്ന് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ട് യൂദന്മാർ അവനെ കൊല്ലാൻ ശ്രമിച്ചു. അവരുടെ ആ രോഷം കാണണം. ദൈവം ആണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, എൻ്റെ പിതാവാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി വന്നതാണ്. അതവർക്ക് ഒട്ടും ദഹിക്കാൻ പറ്റിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മീയ കാര്യത്തിൽ നമ്മൾ വളരെ ഫ്ലെക്സിബിളായിരിക്കും. നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും അറിയാത്ത എന്തോരം നിഗൂഢമായ കാര്യങ്ങളാണ് ആത്മീയമായ കാര്യങ്ങൾ. അത് കേൾക്കുമ്പോൾ നമ്മൾ ഉടനെ റിട്ടോർട്ട് ചെയ്യുകയല്ല, പ്രതികരിക്കുകയല്ല വേണ്ടത്. ഇതെന്താണ് സത്യം? വചനം എന്തു പറയുന്നു? വചനം അങ്ങനെ പറയുന്നുണ്ടോ? അത് നോക്കി നമ്മൾ തന്നെത്താൻ വിനയപ്പെടാൻ പറ്റിയില്ല. ഒരു കാരണവശാലും ആത്മീയത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവൻ പറഞ്ഞു, ദൈവം എൻ്റെ സ്വന്തം പിതാവാണ്, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അതിനൊക്കെ കുറച്ചുകൂടെ കാര്യം യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ വളരെ ഗൗരവമായിട്ടൊരു കാര്യം പറഞ്ഞ, ഒരു ഒട്ടും മനസ്സിലാകാത്തതും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല, ഞാനും പിതാവും ഒന്നാവുന്നു. അതവർക്ക് ഒട്ടും ദഹിക്കാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, ആത്മീയം ദഹിക്കുന്ന ഒരു കാര്യമല്ല, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല.
ബുദ്ധി ചിന്തിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കർത്താവായ യേശു ക്രിസ്തു സ്വന്തം പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞത് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അത് ദൈവദൂഷണമാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇവൻ പറയുന്നതിനകത്ത് കാര്യം എന്താണ്? ഇവൻ പറയുന്നതിനകത്ത് വല്ല കഴമ്പുണ്ടോ? ഇവൻ്റെ ജീവിതം എങ്ങനെയാണ്? ഇവൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ഇവൻ വന്നത് എന്തിനാന്ന് പറയുന്നത് ശ്രദ്ധ വെച്ച് കേട്ട് അത് ഗ്രഹിച്ച്, കർത്താവേ എനിക്കിത് മനസ്സിലാകുന്നില്ലല്ലോ, ഒന്ന് ഗ്രഹിപ്പിച്ചു തരണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. അവരുടെ ഇത്രയും നാളത്തെ ന്യായപ്രമാണത്തിൻ്റെ അറിവ് കൊണ്ട് ഉടനെ യേശുവിനെ കല്ലെടുക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ സുവിശേഷം 10-15 വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ ഇവിടെ ജീവനെ കൊടുക്കാനാണ് വന്നത്. ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഒരു മനുഷ്യൻ തൻ്റെ ജീവൻ ആർക്കെങ്കിലും കൊടുക്കുമോ? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടിനു വേണ്ടി ജീവനെ കൊടുക്കുന്നവനാണ്. പറഞ്ഞപ്പോൾ സത്യമാണ്. ഞാൻ നിങ്ങൾക്ക് ജീവനെ തരാനാണ് വന്നത്. ഒട്ടും അവർക്കും മനസ്സിലായില്ല. പരിശുദ്ധാത്മാവുള്ള മനുഷ്യന് മാത്രമേ അത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് അത് മനസ്സിലാക്കി കൊടുക്കും. എന്താണ് അതിൻ്റെ ആത്മീയ അർത്ഥം? കർത്താവായ യേശുക്രിസ്തു ഇവിടെ വന്നപ്പോൾ പലതും ഉപമകളാണ് പറഞ്ഞത്. സാധാരണ മനുഷ്യന് അതിൻ്റെ ലിറ്ററൽ മീനിങ് മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ ആത്മാവുള്ള മനുഷ്യനെ ആ കർത്താവ് പറഞ്ഞതിൻ്റെ ആ ഉള്ളിലുള്ള ഇന്നർ സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അതനുസരിക്കാൻ പറ്റും. കർത്താവ് വീണ്ടും പറഞ്ഞു, 6:51 വീണ്ടും പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ആ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ഈ കാലത്ത് ജീവിക്കുന്ന നമുക്ക് വല്ലതും മനസ്സിലാവുമോ? എനിക്ക് ഒത്തിരി കാലത്തായിട്ട് എനിക്ക് മനസ്സിലായി കർത്താവ് എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ജീവൻ്റെ അപ്പമാവുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം മന്ന നമുക്ക് മനസ്സിലാവും. കർത്താവ് പറയുന്നു, ഞാൻ അപ്പമാണ്. അതിനൊക്കെ ഗുരുവായിട്ടൊരു കാര്യം 54 പറയുന്നുണ്ട്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പ്രയാസമുള്ളൂ. എന്നെ തിന്നണം, എൻ്റെ മാംസം ഭക്ഷണമാണ്, എൻ്റെ രക്തം പാനീയമാണ്. നിങ്ങൾ എന്നെ ഭക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടുകയുള്ളൂ. അവനെ മാത്രമേ പിതാവായ ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. കാരണം അവർ വെറും സാധാ മനുഷ്യർ. അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണം മാത്രം അനുസരിക്കുക എന്നുള്ളതായിരുന്നു അവിടെ ലക്ഷ്യം. എന്നാൽ ആത്മീയം അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. വളരെ ആഴത്തിൽ ഗ്രഹിക്കേണ്ട ഒരു സത്യമാണ്. എന്താ കർത്താവ് അങ്ങനെ പറഞ്ഞത്? അത് കർത്താവ് എല്ലാം അങ്ങനെ ക്ലിയറായിട്ടൊന്നും പറയുന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കണേ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവില്ലാത്തൊരു മനുഷ്യനെ ഇതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, 5:27 പറയുന്നു, ന്യായവിധി നടത്താനുള്ള അധികാരം ദൈവം എനിക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇത്രയും കേട്ടപ്പോഴത്തേക്ക് ജനങ്ങൾ ഇടറിപ്പോയി. അവർക്കതിന് വിനയപ്പെടാൻ പറ്റിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ആത്മീയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം അതാണ്. നമ്മൾ കേൾക്കുന്ന വചനം അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് അംഗീകരിക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ദൈവത്തിന് മനുഷ്യനെ അനുസരിക്കാൻ പറ്റാത്തൊരു കാര്യവും പറയത്തില്ല. പക്ഷേ അതിൻ്റെ വഴി വേറെയാണെന്ന് മാത്രം. സത്യം ഇതാണ്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്നെ പിതാവാണ് അയച്ചത്. ഞാൻ വന്നത് നിങ്ങളെ രക്ഷിക്കാനാണ്. ഞാൻ വന്നത് നിങ്ങളുടെ പാപത്തിന് പരിഹാരം തരാനാണ്. ഞാൻ വന്നത് നിങ്ങളുടെ ബന്ധനം അഴിക്കാനാണ്. ബന്ധനം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പിശാചിൻ്റെ ബന്ധനത്തിലാണെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും? ഇതിനൊരു ആത്മീയ കാഴ്ചപ്പാടുണ്ടെങ്കിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അവർ ബന്ധനത്തിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്. മോശ ഞങ്ങൾക്ക് ന്യായപ്രമാണം തന്നതാണ്. യാക്കോബിൻ്റെ കിണർ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് യാഗമുണ്ട്. ഞങ്ങൾ യാഗം കഴിക്കുന്നവരാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. എന്തെല്ലാം അഭിമാനിക്കാനുണ്ട്. ശരിയാണ്, എല്ലാം പറയുന്നതൊക്കെ സത്യമാണ്. പക്ഷെ അവിടെ ഹൃദയം എങ്ങനെയുണ്ട്? എല്ലാ കുഴപ്പങ്ങളും ഉണ്ട്. കർത്താവ് അവരെ നോക്കി പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെള്ളം തേച്ച ശവക്കല്ലറ. ദൈവത്തിന് സ്തോത്രം. സർപ്പസന്തതികൾ. പുറമെ എല്ലാം ഉണ്ടെങ്കിലും അകത്തിൽ യാതൊരു മാറ്റവുമില്ല. അകം മാറണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കത്തില്ല. കാരണം അത് സ്വയത്തോടുള്ള യുദ്ധമാണ്. എൻ്റെ പാരമ്പര്യത്തോടുള്ള യുദ്ധം, എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തോടുള്ള എൻ്റെ യുദ്ധം, എൻ്റെ നന്മകളെക്കെതിരായിട്ടുള്ള ജീവിതം. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യനിൽ ഒരു നന്മയുമില്ല. അവന് നന്മയുണ്ടെന്ന് പറഞ്ഞാലോ മറ്റുള്ളവരുണ്ടെന്ന് പറഞ്ഞാലോ അത് ദൈവം അംഗീകരിക്കത്തില്ല.
ദൈവം ഒരു മനുഷ്യനിൽ കൊടുക്കുന്ന നന്മയല്ലാതെ വേറെ ഒന്നുമില്ല. ദൈവത്തിൻ്റെ നന്മ എന്നാത്? തൻ്റെ സ്വന്തം പുത്രനെ അംഗീകരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ നന്മ. പുത്രൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യവും പുത്രൻ കൊടുക്കുന്ന പരിശുദ്ധാത്മാവിനുള്ള രൂപാന്തരം മാത്രമേ ദൈവം അംഗീകരിക്കത്തുള്ളൂ. ജഡത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെയും ദൈവം അംഗീകരിക്കത്തില്ല. ജഡത്താൽ ജനിച്ചത് ജഡവും ആത്മാവിനാൽ ജനിച്ചത് ആത്മാവുമാകുന്നു. ഒരു മനുഷ്യനെ രൂപാന്തരം വരണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇടിച്ചിറങ്ങണം. ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരാതെ ഒരു മനുഷ്യന് മാറ്റം വരുത്താൻ പറ്റില്ല. കർത്താവിൻ്റെ ആത്മീയമായ കാതുകൾ പറഞ്ഞു വന്നു, ഞാൻ വന്നത് നിങ്ങളെ രക്ഷിക്കാനാണ്. ഞാൻ വന്നത് നിങ്ങൾ എന്നെ സ്വീകരിക്കണം, എൻ്റെ വചനം നിങ്ങൾ സ്വീകരിക്കണം, എന്നെ നിങ്ങൾ മാനിക്കണം. എന്നിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ എത്ര ശ്രമിച്ചാലോ യാഗം കഴിച്ചാലോ പ്രമാണം പാലിച്ചാലോ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ അവകാശമാക്കാൻ പറ്റില്ല. ഒരു ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ഞാൻ ചെറുപ്പം മുതലേ വചനം അനുസരിക്കുന്നതാണെന്നാണ് പറഞ്ഞത്, ന്യായപ്രമാണം അനുസരിക്കുന്നുണ്ട്, പക്ഷേ അവന് തന്നെ അറിയാം അവന് നിത്യമൊന്നും കിട്ടിയിട്ടില്ലെന്ന്. കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അവനോട് പറഞ്ഞൊരു കാര്യം, വചനത്തിൻ്റെ അന്തസ്സത്ത എന്താണ്? സൽഗുണ സമ്പൂർണത. അതവന് മനസ്സിലായിട്ടില്ല. കർത്താവ് വ്യക്തമായിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, നിനക്ക് സൽഗുണ സമ്പൂർണനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് എൻ്റെ പിന്നാലെ വരെ. കാരണം പിശാച് അവനെ ബന്ധിച്ചിരിക്കുന്നത് അവൻ്റെ സ്വത്തിലാണ്. സ്വത്തിനു വേണ്ടിയുള്ള ത്വര, സമ്പാദിക്കാനുള്ള ത്വര, സുഖിക്കാനുള്ള ത്വര. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൻ്റെ സകല സുഖങ്ങളും ആസ്വദിക്കണം, അതേസമയത്ത് എനിക്ക് നിത്യവൻ വേണം താനും. ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, നിനക്കത് കഴിയും. നീ മനസ്സ് വെച്ചാൽ അത് കഴിയും. നിനക്ക് വചനം കേട്ടാൽ നിനക്കത് കഴിയും. വചനത്തിൻ്റെ പൊരുൾ നിൻ്റെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ നിനക്കത് മനസ്സിലാകും. ഈ പണമല്ല വിഷയം, നിൻ്റെ സ്വത്തല്ല നിനക്ക് വിഷയം. നിനക്കത് വിഷയം നിൻ്റെ ആത്മാവാണ്. നിൻ്റെ ആത്മാവ് ബന്ധനത്തിലാണ്. നിൻ്റെ ആത്മാവ് കെട്ടപ്പെട്ട് കിടക്കുകയാണ്. നിനക്ക് നിത്യാവകാശമാക്കാൻ സാധ്യമല്ല. ഈ ബന്ധനം നീ തന്നെ അഴിക്കണം. നിൻ്റെ ഹൃദയം അതിനോട് ചേർന്നിരിക്കുകയാണ്. നിൻ്റെ ഹൃദയം അതിനുവേണ്ടി ദാഹിക്കുകയാണ്, കൊതിക്കുകയാണ്. ആ ദാഹം നീ വിട്ടാൽ മാത്രമേ എനിക്ക് നിന്നിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അവന് സങ്കടത്തോട് പോയില്ലേ? പിതാവ് പറയുന്നത് അനുസരിക്കാൻ പറ്റാതെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന വലിയൊരാൾക്കാരെ അറിയും. അതിന് വചനം കേൾക്കുന്നവരുമുണ്ട്, വചനം കേൾക്കാത്തവരുമുണ്ട്. ഇത് കഠിനവാക്ക്. ഇത് ആത്മീയത്തിൽ മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമാണ്. വലിയ തീരുമാനമൊക്കെ എടുക്കണം. തീരുമാനം എടുത്താൽ വലിയ പരീക്ഷയൊക്കെ വരും. ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഈ വഴിയല്ലോ പോയത് എന്ന് ചിന്തിച്ചുകൊണ്ട് തുച്ഛീകരിക്കുന്നവരാണ് അനേകർ. ആത്മീയത്തിൽ വന്നിട്ട് പോലും ഒരു സബ്സ്റ്റാൻഡേർഡ് നിലവാരത്തിൽ നിൽക്കുന്നവരാണ് അനേകർ. പ്രകടമായ പാപമൊക്കെ വിട്ടിട്ടുണ്ട്, ശരിയാണ്. ഒരനുഭവം കിട്ടിയിട്ടുണ്ട്, ശരിയാണ്. ഈ പത്രോസിന് കിട്ടിയ പോലെയുള്ളൊരു അനുഭവം ഒക്കെ കിട്ടിയിട്ടുണ്ട്. സകലതും വിട്ടുപിരിയാനുള്ള തീരുമാനമൊക്കെ വന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ ആഴത്തിലേക്ക് കടക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഗൗരവമുള്ള വിഷയമാണ്, ഇങ്ങനൊന്നും പോയാൽ ശരിയല്ല. എന്നോട് തന്നെയുള്ള യുദ്ധം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ശരിയോടുള്ള യുദ്ധം, എൻ്റെ കാഴ്ചപ്പാടിനുള്ള യുദ്ധം, കർത്താവിന് പൂർണ്ണമായിട്ട് വിധേയപ്പെടുന്ന ഒരു ജീവിതം, കർത്താവിനെ മാനിക്കുന്ന ഒരു ജീവിതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ആ ഉൾക്കാഴ്ച കിട്ടിയിട്ടുണ്ട്? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് എൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയ ആ കർത്താവിനുള്ള സ്നേഹം എത്ര പേർക്കുണ്ട്? എന്നെ മാനിക്കാൻ ഈ ഒരുവന് മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് ബന്ധുമിത്രാദികൾ കാണും, എനിക്ക് കൂട്ടുകാർ കാണും, ആത്മീയ സഹോദരങ്ങൾ കാണും. പക്ഷെ എൻ്റെ ആത്മാവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല പ്രിയരെ, പറ്റില്ല. യേശുക്രിസ്തുവിന് മാത്രമേ ഒരു മനുഷ്യൻ്റെ ബന്ധനം അഴിക്കാൻ പറ്റുകയുള്ളൂ. യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ പാകം കഴുകാൻ പറ്റുകയുള്ളൂ. യേശുവിൻ്റെ ആത്മാവിന് മാത്രമേ ഒരു മനുഷ്യനെ ഈ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യേശു വന്നു പോയി, ഇതെല്ലാം ഒരു ചരിത്രം പോലെ നടക്കുകയാണ്. എന്നാൽ ആ യേശു എനിക്ക് എന്തു ചെയ്തു എന്ന് തിരിച്ചറിയാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അത് അനേകരെ വിഷയത്തിൽ തോറ്റു കിടക്കുകയാണ്. കൂട്ടായ്മകളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, വേലകളുണ്ട്, അതിലൊക്കെ അത്യുത്സാഹമാണ്. ഒരു മാറ്റവും വരുത്താതെ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രസക്തമാണ്. ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താതെ തന്നെ വേല ചെയ്യാം, ഉന്നതമായ നിലവാരത്തിലേക്ക് പോകാൻ പറ്റും, ജനങ്ങളുടെ പ്രശംസ പറ്റാൻ പറ്റും. പക്ഷേ അവസാനം ഒരു വാക്ക് വെക്കും, ഞാൻ നിന്നെ അറിയുന്നില്ല എന്നുള്ള വാക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചിന്തിക്കാൻ രക്ഷയുടെ മാർഗം എന്താണ്? എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? യേശുക്രിസ്തു പറഞ്ഞ വചനത്തോട് നീതി പുലർത്താൻ നമുക്ക് എങ്ങനെ സാധിക്കും? നമുക്കായിരിക്കുന്ന അവസ്ഥയിൽ, ഈ ആയിരിക്കുന്ന സാഹചര്യത്തിൽ, ഈ ആയിരിക്കുന്ന പ്രായത്തിൽ എനിക്കെങ്ങനെ യേശുക്രിസ്തുവിൻ്റെ വചനത്തെ മാനിക്കാൻ പറ്റും? എനിക്കെങ്ങനെ വചനം അനുസരിക്കാൻ പറ്റും? കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം. യേശുക്രിസ്തു ആദ്യമായിട്ട് വന്നപ്പോൾ സ്നാപകനും യേശുക്രിസ്തുവും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം.
എന്താ കാര്യം? സ്വർഗരാജ്യം നിങ്ങളുടെ സമീപത്തുണ്ട്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പോൾ മാനസാന്തരപ്പെടാത്തൊരു മനുഷ്യനെ സ്വർഗരാജ്യത്തെ കാണാനോ സ്വർഗരാജ്യത്തെ അംഗീകരിക്കാനോ സ്വർഗരാജ്യത്തെ ഹൃദയത്തിലേക്ക് പറയാനോ കഴിയില്ല. ഈ വചനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്താ ഈ മാനസാന്തരം? ഒരു പ്രവൃത്തിയിൽ പല കാര്യങ്ങളും വിടുന്നതാണോ മാനസാന്തരം? അത് വേണം താനും. പക്ഷേ ആളത്തം മാറണ്ടേ? പിശാച് അവകാശം പറയുന്ന സകല കാര്യത്തോടും എനിക്ക് ഒരു വേർപാട് പാലിക്കണ്ടേ? പിശാച് തരുന്ന ഒരു ആലോചനയ്ക്ക് ഞാൻ കീഴ്പ്പെടുന്നവനാണെങ്കിൽ എനിക്ക് മാനസാന്തരമുണ്ടോ? എന്താ മാനസാന്തരം? ഇതുവരെയും പിശാചിന് കീഴ്പ്പെട്ട് ജീവിച്ചു, പിശാചിൻ്റെ ആലോചനയ്ക്ക് വേല ചെയ്തു, പിശാചിൻ്റെ ആലോചന പ്രകാരം ജീവിച്ചു, ഈ ലോകത്തിലേക്ക് നമ്മളെ ആകർഷിച്ചു, നമ്മുടെ ജഡത്തിൻ്റെ സുഖത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചു, പ്രിയപ്പെട്ടവരെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ജീവിച്ചു. ഇതെല്ലാം പിശാച് തരുന്ന ആലോചനയാണ്. മനുഷ്യമാനം, എൻ്റെ പ്രിയരെ, എത്ര അപകടം പിടിച്ചൊരു കാര്യമാണ്. ലോകത്തിൻ്റെ സ്നേഹിതനായി ജീവിക്കാനുള്ള പ്രേരണ നമുക്ക് കിട്ടുന്നു, നമ്മൾ അങ്ങനെ ജീവിക്കുന്നു. എന്നാൽ നാം പറഞ്ഞു, നീ ആ മാനസാന്തരം ആ കാര്യത്തിനകത്ത് വരണം. നീ പിശാചിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കേണ്ടവനല്ല. ഈ പിശാചിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്താൽ നീ പഴയ മനുഷ്യൻ തന്നെയാണ്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു. നീ മാനസാന്തരപ്പെടണം. സ്വർഗരാജ്യം ഹൃദയത്തിൽ വരണമെങ്കിൽ, സ്വർഗരാജ്യത്തിലെ യേശുക്രിസ്തുവിനെ മാനിക്കണമെങ്കിൽ നീ മാനസാന്തരപ്പെട്ടേ പറ്റുള്ളൂ. കർത്താവ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ പുതിയതായി ജനിക്കണം. ഇത് മനസ്സിലാകുന്ന കാര്യമാണോ? മാനസാന്തരം അനേകർക്ക് മനസ്സിലാകുന്നില്ല. എന്താ ഈ മാനസാന്തരം എന്ന്? പുതിയതായി ജനിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമാണ്. എനിക്ക് ആദ്യമൊന്നും സംശയം ഉണ്ടായിരുന്നില്ല. ഈ പുതുതായി ജനിക്കുക എന്ന് പറയുന്നത് അത് ലിറ്ററലായിട്ടുള്ള മീനിങ് അല്ല, ഫിസിക്കലായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ജീവിതകാലത്തിൽ ഒരു പ്രത്യേക സമയത്ത് ജീവനുള്ള ദൈവം നമ്മളെ സമീപിക്കുന്നു, ദൈവം നമ്മളോട് ഇടപെടുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വ്യാപരിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നു. പിശാചിൻ്റെ ബന്ധനമുണ്ടെങ്കിലും പിശാചിൻ്റെ ആധിപത്യം ഉണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ്റെ മേലൊരു ദൈവാത്മാവ് വ്യാപരിക്കുന്നു. അപ്പോൾ അവന് മാനസാന്തരം കിട്ടുന്നു, അവനെ തിരിച്ചറിയുന്നു. ഞാൻ ഈ കാലമൊക്കെയും ബന്ധനത്തിലായിരുന്നുവല്ലോ എന്നുള്ള ബോധം അവനെ ഭരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യണ്ടു എന്നുള്ള നിലവിളി അവന് വരുന്നു. അവൻ സൃഷ്ടാവായ ദൈവത്തെ കാണാൻ തുടങ്ങുന്നു. ദൈവൻ ആലോചന പറഞ്ഞു കൊടുക്കുന്നു. നിന്റെ പാപത്തോട് യാത്ര പറയുക, നിന്റെ താല്പര്യത്തോട് യാത്ര പറയാം. ലോകം നിന്നെ ചതിക്കും, ഈ ജഡം നിന്നെ ചതിക്കും, നിന്റെ സ്വന്തം പ്ലാനുകളെല്ലാം നിന്നെ ചതിക്കും. ഒരു മരണക്കിടക്കയുണ്ടോ മകനെ, നീ സൂക്ഷിച്ചു കൊള്ളുക, അവിടെ നിന്നെ സഹായിക്കാൻ ആരും കാണുകയില്ല എന്നുള്ള ബോധം അവന് കൊടുക്കും. അവൻ ജീവനുള്ള ദൈവത്തിന് മുമ്പിലേക്ക് താളടിയായിട്ട് വീഴും. ഇതാണ് മാനസാന്തരം. ഇത് വളരെ എളുപ്പം നടക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ വളരെ എളുപ്പമുള്ള കാര്യമാണ്. പുതിയതായി ജനിക്കുക. എന്ത്? പരിശുദ്ധാത്മാവ് നിന്നെ ടേക്ക് ഓവർ ചെയ്യുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരിക. അപ്പോൾ എന്ത് പറ്റുന്നു? നിന്റെ പഴയ ബന്ധനങ്ങളെല്ലാം ഇറങ്ങുന്നു, സാത്താൻ ഇറങ്ങി ഓടുന്നു, അവൻ്റെ താല്പര്യങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു, അവൻ്റെ ആസക്തികൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നു. നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു, ഒരു ശിശുഹൃദയം നമുക്ക് സമ്പാദിക്കുന്നു, ദൈവത്തോട് കടപ്പാടും സ്നേഹവുമുള്ള ഒരു പുതിയ സൃഷ്ടിയായി നാം മാറുന്നു. ദൈവ സ്വർഗരാജ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു മനുഷ്യൻ, വചനം വായിക്കാനും വചനം കേൾക്കാനും വചനം അനുസരിക്കാനും താല്പര്യം. പ്രിയപ്പെട്ടവരെ, തേനിലും തേൻകട്ടയിലും മധുരമാണെന്ന് വചനം എന്ന് പറയുന്നത് എന്തുവേണമെന്നറിയാമോ? വചനം അനുസരിക്കുമ്പോഴാണ്. കേൾക്കുമ്പോഴുള്ള മധുരമല്ല ഞാൻ ഈ പറയുന്നത്. വചനം അനുസരിക്കുമ്പോൾ തേനിലും തേൻകട്ടയുമായി മധുരമുള്ളതായിട്ട് ചെയ്യുന്നു. എനിക്കറിയാം, ബന്ധനത്തോട് യാത്ര പറയുമ്പോൾ, പാപത്തോട് യാത്ര പറയുമ്പോൾ കിട്ടുന്ന സുഖം എത്ര വലുത്. നമ്മൾ ലൈറ്റാകുന്നു, നമ്മൾ ഫ്രീ ആകുന്നു, നമ്മൾ പറക്കുന്നു, നമ്മൾ ഈ ഭൂമിയോട്ടുള്ള ബന്ധമില്ലാണ്ടായി പോകുന്നു. അതാണ് വചനമനുസരിക്കുക എന്ന് പറയുന്നത്. വചനം നമുക്ക് പ്രിയങ്കരമായിട്ട് തോന്നും. ഈ വേദപുസ്തകം വായിക്കാൻ നമുക്ക് താല്പര്യം വരും. കാരണം അത് നമ്മുടെ ജീവിതമായിട്ട് ചേർന്ന് പോകുന്നു. എനിക്കറിയാം, മാനസാന്തരപ്പെടുന്ന എനിക്ക് സാധിച്ചിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ വലിയ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.